വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് ഇന്ന് ആയിരിക്കണം എന്ന് സഭയായിട്ട് തന്നെ തീരുമാനിച്ചത്. ഒരു ക്രിസ്തീയ ഭവനത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക്, അതായത് കൂട്ടായ്മയിലേക്ക് വരണം. അതിന് സഹായകരമായ രീതിയിൽ വേണം നമ്മൾ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഈ കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ വളരെ കുറച്ചേ കേട്ടിട്ടുള്ളൂ. ഭവനത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല കൂട്ടായ്മയിലായിരിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല കൂട്ടായ്മയിലാണെങ്കിൽ കുഞ്ഞുങ്ങൾ അത് മനസ്സിലാക്കും. കൂട്ടായ്മയിൽ അല്ലെങ്കിലും കുഞ്ഞുങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ അനുസരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ആ കൂട്ടായ്മ ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നിങ്ങളെ അനുസരിക്കത്തില്ല. കുഞ്ഞുങ്ങൾ നമ്മളെ അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ ഭാവി ജീവിതം എങ്ങനെയായിപ്പോവും? നമ്മുടെ ഭവനത്തിൻ്റെ ജീവിതം എങ്ങനെയായിപ്പോവും? അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും അതായത് വളരെ വളരെ പ്രാധാന്യം കൊടുത്തിട്ട് അവർ തമ്മിലുള്ള കൂട്ടായ്മ ഏറ്റവും ബലവത്തായിരിക്കാൻ തക്കോണം, നല്ലതായിരിക്കാൻ തക്കോണം ശ്രദ്ധിച്ച് അങ്ങനെ ഒരു ജീവിതം നമ്മുടെ ഭവനത്തിൽ നമ്മൾ നടത്തണം. കുടുംബത്തിൽ ഭാര്യാഭർത്തൃ ബന്ധം കൂടാതെ മക്കളും അമ്മയപ്പന്മാരും തമ്മിലും പിന്നെ മാതാപിതാക്കളും മക്കളോടുള്ള ബന്ധത്തിലും ദാസന്മാർ യജമാന്മാരോടുള്ള ബന്ധം, യജമാന്മാർക്ക് ദാസന്മാരോട് കൂടെയുള്ള കൂട്ടായ്മ, ഇതെല്ലാം അനുസരിച്ചാണ് സഭയിലെ കൂട്ടായ്മ വർദ്ധിക്കുന്നത്. അപ്പോൾ സഭയിലെ കൂട്ടായ്മ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നമ്മൾ ഇടപെടുന്നവരുടെ ഇടയിൽ ഒക്കെ ഉള്ള ആ കൂട്ടായ്മ വർദ്ധിച്ച് 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 വരണം. അപ്പോൾ സഭ ഏറ്റവും കൂട്ടായ്മയുള്ള ഒരു 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 സ്ഥാപനമായിട്ട് മാറും. അതിനിടയാകണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും അതിനു മുമ്പും ഈ കാര്യങ്ങൾ കേട്ടു. എന്നാൽ ഇത് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എഫേസ്യർ 6:1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. കർത്താവിനെ നമ്മൾ എങ്ങനെ അനുസരിക്കുമോ അതുപോലെ അമ്മയപ്പന്മാരെ അനുസരിക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. ആ കൽപ്പനയിൽ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ള ആ കൽപ്പനയിൽ ഒരു വാഗ്ദത്തം കൂടെ അടങ്ങിയിരിക്കുന്നു. എന്താണ് വാഗ്ദത്തം? നീ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിനക്ക് നന്മയുണ്ടാകുവാനും. നിനക്ക് നന്മയുണ്ടാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്, ദീർഘായുസ്സോടെ ഇരിക്കണമെന്നും ആഗ്രഹമുണ്ട്. അങ്ങനെ നിനക്കത് വരണമെന്നുണ്ടെങ്കിൽ അമ്മയെയും അപ്പനെയും ബഹുമാനിക്കുക. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. അപ്പന്മാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരെ ശിക്ഷിക്കണം, കുഞ്ഞുങ്ങളെ ശിക്ഷിക്കണം. ശിക്ഷിക്കേണ്ടെന്നല്ല പറഞ്ഞേ. പക്ഷേ നിങ്ങൾ ശിക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്.
കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുകയാണ് വേണ്ടത്. ഇവിടെ ഞങ്ങളുടെ മക്കളെ ഞാൻ മിക്കവാറും ശിക്ഷിക്കാറില്ല. കാരണം കുഞ്ഞുമോള് അത് നന്നായിട്ട് ചെയ്യും. പക്ഷേ ഞാൻ അവരെ പിടിച്ചാൽ എന്തിനാ നിങ്ങളെ ശിക്ഷിക്കുന്നത് എന്നുള്ളത് അവരെ മനസ്സിലാക്കും. ഏത് കാര്യത്തിനാ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നത് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അടിക്കണം എന്നുള്ളതിന് യാതൊരു കുറവുമില്ല. പക്ഷെ അടിക്കുന്നത് എന്തിനാണ് നമ്മൾ അടിക്കുന്നതെന്ന് കുഞ്ഞിനെ മനസ്സിലാകണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ കുഞ്ഞത് നാളെ റിപ്പീറ്റ് ചെയ്യാതിരിക്കത്തുള്ളൂ. അതാണ് ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ദാസന്മാരും മറ്റു കാര്യങ്ങളെന്നോട് പറയുന്നുണ്ട്, ഞാൻ അവിടെ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ കൂടെ 9 വരെ വായിക്കാം. ദാസന്മാരെ ജഡപ്രകാരം യജമാന്മാരെ ആയ അവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും അനുസരിപ്പിൻ. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു അവസ്ഥയില് നമ്മുടെ മുകളില് ഒരാളുണ്ടായിരിക്കും. അങ്ങനെ ആ ആളെ നമ്മൾ എങ്ങനെ വേണമെന്നാണ് ഇവിടെ പറയുന്നത്. ദാസന്മാരെ ജഡപ്രകാരം യജമാന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ, അതായത് യേശുക്രിസ്തു ആണെങ്കിൽ എങ്ങനെയാണ്, യേശുക്രിസ്തുവായിട്ട് നമ്മൾ ഇടപെടുകയാണെങ്കിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിൻ. ഏകാഗ്രത വേണം, ഭയവും വിറയലും അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ അനുസരണമാണ് പറഞ്ഞിരിക്കുന്നത്. അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെ ദൃഷ്ടിസേവയാൽ അല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പിൻ. നമ്മൾ സേവിക്കുന്ന ദൈവത്തെയാണ് എന്നുള്ള ഓർമ്മയിൽ വേണം ഇവിടെ നമ്മൾ അനുസരിപ്പിൻ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം കിട്ടും. അവിടെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടും. ഈ നമ്മുടെ യജമാന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം കിട്ടിയെന്ന് വരത്തില്ല, പക്ഷെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം കിട്ടും, പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യജമാന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ട്. അത് നമ്മൾ ഓർക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അടിക്കുമ്പോഴും ദാസന്മാരോട് വഴക്ക് പറയുമ്പോഴും ഒക്കെയും നമ്മൾ ഓർക്കണം, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ട്. അവന്റെ പക്കൽ മുഖപക്ഷം ഇല്ല എന്നും അറിഞ്ഞുകൊണ്ട് മുഖപക്ഷം കൂടാതെ, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ മുഖപക്ഷം കൂടാതെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക്, ഭവനങ്ങളിൽ അധികം നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഏത്? ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുവിൻ. കുടുംബത്തിൽ ഭാര്യാഭർത്തൃ ബന്ധം കൂടാതെ മക്കളും അപ്പന്മാരും തമ്മിലും മാതാപിതാക്കളും മക്കളും തമ്മിലും ദാസന്മാരും യജമാനരും തമ്മിലും അങ്ങനെ ഉള്ള ഒരു കൂട്ടായ്മ ഉണ്ട്. ആ കൂട്ടായ്മ നല്ല കൂട്ടായ്മയായിരിക്കണം.
അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധയോടെ ജീവിക്കണം. എഫേസ്യർ എഫേസ്യർ 6:1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചല്ലോ, ശ്രദ്ധിച്ചോ നിങ്ങൾ? ഒന്നുകൂടെ ഒന്ന് വായിക്കാം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പദ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ദാസന്മാരെ, ജഡപ്രകാരം യജമാന്മാരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാൽ അല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോട് ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പിൻ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യജമാന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാൻ സ്വർഗത്തിലുണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുവിൻ. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണത്. സദൃശവാക്യങ്ങൾ 23:22 മാതാപിതാക്കളെ അനുസരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. സദൃശവാക്യങ്ങൾ 23 അതിൻ്റെ 22 അവിടെ വായിക്കുന്നത്, നിന്നെ ജനിപ്പിച്ച അപ്പൻ്റെ വാക്ക് കേൾക്ക, നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. എന്തിനാ ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ അപ്പന്, നമ്മുടെ അമ്മ, അവരെ വളരെയധികം അനുസരിക്കേണ്ട ആവശ്യമുണ്ട്. നിന്നെ ജനിപ്പിച്ച അപ്പൻ്റെ വാക്ക് കേൾക്ക, നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ, അമ്മയ്ക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, അടിക്കാനോ വഴക്ക് പറയാനോ പോലും വയ്യാതിരിക്കുന്ന അവസരത്തിൽ നീ അവളെ നിന്ദിക്കരുത്. ഇനി മത്തായിയുടെ സുവിശേഷം, മത്തായി 15:4 ഇത് പറയുന്നുണ്ട്. അതിന് 4 പറയുന്നത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണം എന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. മരിക്കണമെന്നാ പറയുന്നത്. അത്രമാത്രം നമ്മൾ ഭയത്തോടും ബഹുമാനത്തോടും നമ്മുടെ മാതാപിതാക്കളോട് ഇടപെടേണ്ട ആവശ്യമുണ്ട്. പിന്നെ കൊലോസ്യർ 3:20 മുതൽ 22 വരെ, കൊലോസ്യർ 3:20 മുതൽ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്?
കൊലോസ്യർ അല്ലേ? ആ അതെ. അതെ 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 18 മുതൽ വായിക്കാം. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും സേവിച്ച് 3:18. അയ്യോ, 3:18 പറഞ്ഞ് 2:18 വായിക്കുന്നേ. ആ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കൈപ്പായിരിക്കുകയും വരുത്. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിനും അനുസരിപ്പിൻ. ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ പ്രകോപിപ്പിക്കരുത്. ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അങ്ങനെ ചെയ്താൽ അടുത്ത പറയുന്നു, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും. അവകാശം എന്ന പ്രതിഫലം കർത്താവ് നമുക്ക് തരും. അതിനിടയായി തീരണം. ഈ പറഞ്ഞ ബന്ധങ്ങളൊന്നും കർത്താവിൻ്റെ ഹിതപ്രകാരം പാലിക്കുവാൻ നമുക്ക് എളുപ്പമല്ല, നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് എഫേസ്യർ 6:10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. എഫേസ്യർ 6:10 മുതൽ 18 വരെ ഞാനൊന്ന് വായിക്കാം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. പിന്നെ അവിടെ പറയുന്നത്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിപ്പിൻ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നന്നായിട്ട് പറഞ്ഞു. സകലവും സമാപിച്ചിട്ട് കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്ത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമുണ്ട്, നമ്മൾ ധരിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവത്തിന് മാത്രമേ നമ്മളെ സഹായിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അവിടെ പറയുന്നത് എന്തുവാണ്? സർവായുധവർഗം, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെൽറ്റ് സത്യം എന്നുള്ളതായിരിക്കണം. ആ സത്യത്തിൽ അധിഷ്ഠിതമായി മാത്രമേ നമ്മൾ കാര്യങ്ങൾ പ്രവർത്തിക്കാവുള്ളൂ. മറ്റേ അല്പം വളച്ച് ഒടിച്ചൊക്കെയാണല്ലോ ക്രിസ്ത്യാനികൾ സത്യം ചെയ്യുന്നത്. ഇതല്ല, ഇത് സത്യം. ആ സത്യം നമ്മുടെ അരയ്ക്ക് കെട്ടുക. പിന്നെന്താണ്? കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. ദൈവം നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. നമ്മളെ നീതീകരിച്ചുകൊണ്ട് നമ്മുടെ സഹജീവികളെ നമ്മൾ നീതീകരിക്കേണ്ട ആവശ്യമുണ്ട്. കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും പിന്നെന്താണ്?
സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കിയും. സമാധാന സുവിശേഷം എപ്പോഴും എവിടെയും പറയാനുള്ള ആ ഒരുക്കത്തിൽ നമ്മളായിരിക്കണം. പിന്നെന്താണ്? എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം. വിശ്വാസം മൂലം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ്. ഈ കർത്താവ് എന്നെ കാക്കും, എന്നെ നിലനിർത്തും, ഈ കർത്താവ് എനിക്ക് മതിയായവനാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതെ എപ്പോഴും വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. പരിചയം എന്തിനാണ്? പരിചയം നമ്മൾ യുദ്ധം ചെയ്യുന്നിടത്താണ് പരിചയം ഉപയോഗിക്കുന്നത്. കാരണം വാള് വെച്ച് വെട്ട് വരുന്നു, തടുക്കാൻ വേറൊരു മാർഗമില്ല. ഈ പരിചയം അവിടെ പിടിച്ചു കൊടുത്താൽ വെട്ട് മുഴുവൻ പരിചയിലേക്ക് കൊള്ളുകയുള്ളൂ. ആ പരിചയം കൊണ്ട് വെട്ട് മാറിപ്പോകും, നമ്മുടെ ദേഹത്ത് കൊള്ളുകയില്ല. അങ്ങനെ ഒരു ജീവിതത്തിൽ നമ്മൾ നിൽക്കണം. വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. പിന്നെ രക്ഷ എന്ന ശിരസ്ത്രവും. യേശുക്രിസ്തു നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ വീഴ്ചയിൽ നിന്ന്, നമ്മുടെ താഴ്ചയിൽ നിന്ന്, നമ്മുടെ അറിവില്ലായ്മയിൽ നിന്ന്, ഏതിൽ നിന്നും യേശുക്രിസ്തു നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷ എന്ന ശിരസ്ത്രവും പിന്നെ ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും. യേശുക്രിസ്തു എങ്ങനെയാ പിശാചിനോട് എതിർത്ത് നിന്നത്? ദൈവവചനം കൊണ്ടാണ്. അവനോട് പറഞ്ഞു, നീ ഈ കല്ല് അപ്പം ആകാൻ പറഞ്ഞ ആകും. നിനക്ക് വിശക്കുന്ന 40 ദിവസം നീ ഉപവസിച്ചിരിക്കുകയല്ലായിരുന്നോ? വിശക്കുന്നുണ്ട്, അത് മാറണമെന്നുണ്ടെങ്കിൽ ഈ കല്ലങ്ങ് അപ്പം ആകാൻ പറഞ്ഞാൽ നീ ദൈവപുത്രനാ, അപ്പം ആകാൻ പറഞ്ഞാൽ അപ്പം ആകും, നിനക്ക് തിന്നാം. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്നുള്ള വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. യേശുവിൻ്റെ ഹൃദയത്തിൽ അത് ഉണ്ടായിരുന്നു. യേശു അത് പറഞ്ഞു. നമ്മുടെ ഹൃദയത്തിൽ അതുണ്ടായിരിക്കണം. കൈക്കൊള്ളുവിന് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലും ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അത് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഈ കേൾക്കുന്ന ആളിനെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മൾ പറയുന്നത്. അത് അവന് സ്വീകരിപ്പാൻ മനസ്സുണ്ടാകണമെന്നുണ്ടെങ്കിൽ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ആളോട് സംസാരിക്കാൻ. അല്ലെങ്കിൽ ഭവനത്തിൽ പ്രയാസം ഉണ്ടാകും, സമൂഹത്തിൽ പ്രയാസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം. എളുപ്പമാണോ സഹോദരന്മാരെ? എളുപ്പമാണോ? നമ്മളത് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ. 2 കാര്യം. അപ്പോൾ അതിന് വേറൊരു കാര്യമുണ്ട്. അവന് എങ്ങനെ അത് സ്വീകരിക്കാൻ കഴിയും? അവന് സ്വീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് എതിർക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവേ, ഇത് അവന് എതിർക്കാൻ ഇടയാകല്ലേ, സ്വീകരിക്കാൻ ഇടയാകണേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങിക്കൊണ്ടേയിരിക്കണം. അവൻ കേൾക്കെ പ്രാർത്ഥിക്കരുത്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ കേൾക്കെ പ്രാർത്ഥിക്കരുത്. നമ്മുടെ ഹൃദയത്തിൽ അത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മളങ്ങോട്ട് സംസാരിക്കാൻ. പ്രാർത്ഥിപ്പിൻ.
ജഡരക്തങ്ങളോട് പോരാടാൻ നമുക്ക് കഴിയത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ജഡരക്തങ്ങളോട് പോരാടാതെ ഇരിക്കണം, പോരാടാൻ പാടില്ല. പിന്നെ തെസ്സലോനിക്കർ 1 തെസ്സലോനിയർ 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം. 1 തെസ്സലോനിയർ 5:8. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. നമ്മൾ സുബോധമുള്ളവരായിരിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്ന ഉടനെ നമുക്ക് സുബോധമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ പോരാ. അവിടെ സ്നേഹവും വിശ്വാസവും, നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചം എന്ന കവചവും, പിന്നെ ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും. ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും. ഈ കവചവും വേണം, രക്ഷയുടെ പ്രത്യാശയും വേണം. അത് നമ്മൾ ഉപയോഗിച്ചു കൊള്ളുക. പിന്നെ യാക്കോബിൻ്റെ 4-ാം അധ്യായം 7-ാം വാക്യം. യാക്കോബിൻ്റെ 4-ാം അധ്യായം 7-ാം വാക്യം. അവിടെ വായിക്കുന്നത് 7-ല്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാച് നമ്മുടെ അടുത്ത് നിന്ന് ഓടിപ്പോകണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. നമ്മൾ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുകയാണെങ്കിൽ പിശാച് നമ്മളെ ഒന്നും ചെയ്യത്തില്ലെന്നല്ല, പിശാചിനെ എതിർക്കാനായിട്ട് കഴിയും. ദൈവത്തിന് കീഴടങ്ങിയ പിശാചിനെ എതിർക്കാനായിട്ട് കഴിയും. അങ്ങനെ പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് കീഴടങ്ങി ഉള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് പിശാചിനോട് നമുക്ക് എതിർത്ത് നിൽക്കാം. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കാം. അങ്ങനെ ചെയ്താൽ സകലവും സമാപിച്ചിട്ട് നമുക്ക് ഉറച്ചു നിൽപ്പാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നമുക്ക് ഉറച്ചു നിൽക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഉറച്ചു നിൽക്കണം. അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മൾ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നവരായിരിക്കണം. വചനപ്രകാരം നമ്മൾ ജീവിക്കണം. അങ്ങനെ വചനപ്രകാരം നമ്മൾ ജീവിച്ച് കുടുംബ ബന്ധങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. സൂക്ഷിച്ച് കർത്താവിൻ്റെ അമിത ബലത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് കർത്താവിനെ ആശ്രയിക്കാം. കർത്താവിന് മാത്രമേ നമ്മളെ ശക്തിയോടെ നിർത്താനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് കഴിവില്ലാത്തവരാണെന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് കർത്താവിൽ നിന്ന് അതിനുള്ള ശക്തി പ്രാപിച്ച് നമുക്ക് ജീവിക്കാം. അതിന് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ.